തൃണമൂൽ കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും കൂടെ അടിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. 20 എംപിമാരും 50-ലേറെ MLA-മാരും BJP-യിലേക്ക് ചേരാൻ തൃണമൂൽ കോൺഗ്രസ് വിടാനായിട്ട് നിൽക്കുകയാണ്. മമതാ ബാനർജി അവസാനം ഒറ്റയ്ക്കാവുമോ സർ? അല്ല, 20 MP-മാരും വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ? അവർക്ക് എത്ര മെമ്പർമാരുണ്ട് രാജ്യസഭയിൽ? ലോക്സഭയിൽ 30 പേരോ ഒറ്റേ ഉള്ളൂ. അപ്പോൾ 1/3 കൂടുതലായി. ഇപ്പോൾ 1/3 അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമമൊന്നും അവർക്ക് ബാധകമല്ല. അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത് കാക്കുലി ഘോഷ് ദസ്തിദാർ എന്ന് പറഞ്ഞ അവരുടെ ഒരു സുന്ദരിയുണ്ട്. 68 വയസ്സ് 69 വയസ്സ് പറ്റിയായി. ഡോക്ടറാണ്. നമ്മുടെ RK ഗർഗ് മെഡിക്കൽ കോളേജില്ലേ, അവിടെ ബലാത്സംഗമോ കൊല്ലം നടന്ന അവിടെ പഠിച്ചവരാണ്. അതാണ് അവരുടെ MBBS കോഴ്സ്. പിന്നെ അത് കഴിഞ്ഞ് അവർ ലണ്ടനിലെ കിങ്സ് കോളേജിലൊക്കെ പഠിച്ചത്. അവർ മമതയായിട്ടുള്ള ബന്ധം കംപ്ലീറ്റ് വിച്ഛേദിച്ചു. തൃണമൂൽ കോൺഗ്രസിലെ ഔദ്യോഗിക പദവികളെല്ലാം അവർ ഒഴിഞ്ഞു. കാരണമൊന്നും പറഞ്ഞിട്ടില്ല. അവർ മമത വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ കൂടി കൂട്ടാക്കിയിട്ടില്ല എന്നാണ് ഡൽഹി അവിടെയുള്ള കൽക്കത്തയിലുള്ള ഫ്രണ്ട്സ് പറയുന്നത്. അത് കൂടാതെ ഈ അവർ മമതയ്ക്ക് മുഖം കൊടുക്കണില്ല. അപ്പോൾ അവർ മിക്കവാറും ഞാൻ വിചാരിച്ചു അവർ ഒറ്റയ്ക്ക് നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ ആളെ കൂട്ടിയിട്ടായിരിക്കും BJP പോവുകയെന്ന് വിചാരിച്ചു. ഇപ്പോൾ 20 MP-മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോക്സഭയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ കച്ചവടവും തീർന്നു. ഇപ്പോൾ സൗഗത് റോയ് ഉണ്ട്, ഒരു ചുരുട്ട് വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കോഴിയാണ് മൂപ്പര്. അയാൾ പറഞ്ഞു ഇല്ല ഞങ്ങളാരും പോവുമൊന്നുമില്ല എന്ന് പറയണ്ട, അതൊക്കെ അവസാന ഒരു ശ്വാസം പോലത്തെ ഇത് ആയിട്ടേ കാണുന്നുള്ളൂ. അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ തൽക്കാലം തൃണമൂൽ കോൺഗ്രസ് പെട്ടിയിൽ തന്നെ കിടക്കുകയുള്ളൂ. ആണി അടിച്ചിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയമാണല്ലോ, ആർക്ക് വേണേൽ തിരിച്ചു വരാം. BJP-യുടെ ഭരണം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കുക. അവർ സുവേന്ദു അധികാരി എങ്ങനെയാണ് ഭരണനിർവഹണം നടത്തുക എന്നുള്ളത് നോക്കിയിരിക്കും ആൾക്കാർ. 5 വർഷം കൊണ്ട് അവർക്ക് തൃപ്തി വരികയാണെങ്കിൽ സുവേന്ദുവിനെ തന്നെ വീണ്ടും ഒരു ബംഗാൾ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലേറ്റും. അതല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് തിരിച്ചു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ തൃണമൂൽ കോൺഗ്രസ് അവശേഷിക്കണ്ടേ? അത് ഒന്നാമത്തെ ആ രാഷ്ട്രീയ പാർട്ടിയിൽ തൃണമൂൽ കോൺഗ്രസിലെ MP-മാരെ അവരുടെ പെരുമാറ്റം ലോക്സഭയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ രാജ്യസഭയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. വളരെ അറഗൻ്റായിട്ടാണ് അവർ പെരുമാറുന്നത്. ഇപ്പോൾ രാജ്യസഭയിൽ അവർക്കൊരു ഡെറിക് ഓബ്രിയൻ എന്ന് പറഞ്ഞ ഒരു ചങ്ങാതിയുണ്ട്. എന്താ അയാൾ കാട്ടിക്കൂട്ടണ രാജ്യസഭയിൽ രാജ്യസഭ ചെയർമാൻ്റെ അടുത്തൊക്കെ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അയാളെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അയാളുടെ വിചാരം ഈ BJP ഗവൺമെൻറ് ആണല്ലോ, ഈ ഗവൺമെൻറ്റിനെതിരെ ഇങ്ങനെ ധാർഷ്ട്യത്തോടുകൂടി നിൽക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇയാളെല്ലാവർക്കും വലിയ മതിപ്പായിരിക്കുന്നതാണ് അയാളുടെ വിചാരം. വലിയ വിവരമൊന്നുമില്ല. ഏതോ ഒരു സ്പോർട്സ് കമൻറ്റേറ്ററോ ക്യൂസ് മാസ്റ്ററോ എന്തോട്ടായിരുന്നു റേഡിയോ സ്റ്റേഷനിലൊക്കെ. അതാണ് അയാളുടെ ഏക യോഗ്യത. പിന്നെ ഇയാളെ കൂട്ടിയേക്കണം എന്തിനാണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയല്ലേ. ബംഗാളിൽ നല്ലൊരു ശതമാനം ക്രൈസ്തവരുണ്ട്. അപ്പോൾ ഇയാളൊക്കെ ഉണ്ടെങ്കിൽ ക്രൈസ്തവർ അവർക്ക് വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം കൂട്ടിയിരിക്കണത്. ക്രൈസ്തവർ അവർക്കേ വോട്ട് ചെയ്യുള്ളൂ, BJP-ക്ക് വോട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല ബംഗാളിലാണെങ്കിലും. പക്ഷേ ഈ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ പരിതാപകരമാണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റഡ് ആക്കിയിരിക്കുന്ന പ്രവേശിപ്പിച്ചിരിക്കുന്ന ഒരു രോഗിയുടെ സ്ഥിതിയോട് ഉപമിക്കാം. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിൽ അമ്മായിയും മരുമോനും മാത്രമേ ഉള്ളൂ. അതായത് മമതയും പിന്നെ അഭിഷേക് ബാനർജിയും മാത്രമേ ഉള്ളൂ. അഭിഷേക് ബാനർജി എന്നല്ലേ അവരുടെ മകൻ്റെ പേര്, മരുമകൻ്റെ പേര്. അടുത്ത നേതാവ് അയാളാണ്. അയാൾക്കുള്ള ഗുണ്ടകൾ മുഴുവൻ അയാളുടെ പേറോളിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനപ്രതിനിധികൾ മുഴുവൻ ഇട്ടെറിഞ്ഞ് വെച്ച് പോകും. അതെ, പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള കറപ്ഷൻ പിടിക്കുമോ എന്നുള്ള പേടി അവിടുത്തെ ജനപ്രതിനിധികൾക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലരും BJP-യിലേക്ക് അങ്ങനെ അഭയം തേടി വരുന്നത് BJP-ക്ക് അത്ര നല്ലതായിരിക്കുമോ? ഈ പറയുന്ന കറപ്റ്റ് ആയിട്ടുള്ള ഈ ഗുണ്ടാസ്, ഈ ആൻറ്റി സോഷ്യൽസ്, ഇവരൊക്കെ BJP-യിലേക്ക് വരികയാണെങ്കിൽ ഒരു സാമൂഹ്യ വിരുദ്ധന്മാരുടെ കൂട്ടം TMC എന്ന് മാറി BJP-യിലേക്ക് അറിയുന്നല്ലേ ഉള്ളൂ. അവരുടെ പ്രവർത്തനം അതായിരിക്കില്ലേ? അത് 1977 ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഉള്ള ചാക്കനും പോക്കനും ഒക്കെ കോൺഗ്രസ് വിട്ടിട്ട് ജനതാ പാർട്ടിയിൽ വന്ന് ചേർന്നു. ബൻസി ലാൽ, ഭജൻ ലാൽ, പിന്നെ വേറെ പല ലാലുമാരെല്ലാവരും വന്നു. അതുവരെ കോൺഗ്രസ്സിലായിരുന്നു അവരൊക്കെ. അങ്ങനെ വന്ന് അവസാനം ഇതൊരു വലിയ ഭാരമായി, എക്സ്ട്രാ ലഗേജായിട്ട് മാറി. അവർ ജനതാ പാർട്ടീനെ
അവരുടെ താളത്തിന് തുള്ളിക്കാൻ നോക്കി. അങ്ങനെയൊക്കെയാണ് ജനതാ പാർട്ടി അടിച്ചു പിരിഞ്ഞത്. പ്രധാനമായിട്ടും മറ്റേ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നു. അതിൽ ആണ് പ്രതിഷേധിച്ചിട്ടാണ് പല രാഷ്ട്രീയ പാർട്ടികളെയും സ്വാധീനിച്ച് ഈ തെരീസയും പിന്നെ ഇവിടെയുള്ള പല പള്ളിയിലച്ചന്മാരും കൂടി അവരെ അതിൽ നിന്ന് വിമുക്തമാക്കിയത്. അപ്പം പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ ബി ജെ പിക്ക് വരാതിരുന്നാൽ കൊള്ളാം. പക്ഷേ ഈ പറഞ്ഞ പോലെ കേന്ദ്ര നേതൃത്വം അതൊക്കെ അറിഞ്ഞിട്ടായിരിക്കും നിൽക്കുക. അവരിപ്പോൾ എന്താ ഈ പറഞ്ഞ പോലെ ഇവരെ നിയമപരമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം എന്നല്ലാണ്ട് ഔട്ട് ഓഫ് ദ വേ ഹെൽപ്പൊന്നും ഇവരിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ബി ജെ പിയിൽ നിന്ന് തന്നെ പലരും അഴിമതി ആരോപണത്തിന് വിധേയരായ പലരും പാർട്ടിക്ക് പുറത്തു പോയിട്ടുണ്ടല്ലോ, മാറ്റി നിർത്തിയിട്ടുണ്ട് അവരെയൊക്കെ. അവർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ബി ജെ പിയിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിലൊരു ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി ഉണ്ടായിരുന്നു കേന്ദ്രത്തിൽ, അജിത് റായ് എന്ന് വന്നിട്ട് പേര്. അയാളുടെ മകൻ ഒരു കേസിൽ പ്രതിയായി. അയാൾ കുറേ 4 പേരേറ്റ് വണ്ടി കയറ്റി കൊല്ലുകയോ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്തു. ഉത്തർപ്രദേശിലെ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ അയാൾ ഇപ്പോഴും കേസിലെ പ്രതിയാണ്. അയാൾക്കെതിരെ കേസ് നടക്കുന്നുണ്ട്. ഉന്നാവോ കേസ്. അതെ. അപ്പോൾ അത് നടക്കുന്നുണ്ട്. അപ്പം അത് ഇവർക്ക് എന്താ, പക്ഷേ ഇവർ ഈ പറഞ്ഞ പോലെ ഗുണ്ടകളുടെ കസ്റ്റഡിയിലാണ് ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ നിയമസഭാ അംഗങ്ങളും പാർലമെൻറ്റ് അംഗങ്ങളും ഒക്കെ. ഇപ്പോൾ ഈ ഒരു ലോക്കൽ ഗുണ്ടയായ ഷാജഹാൻ സന്ദേശ് ഖലീൽ, അയാളെ അറസ്റ്റ് ചെയ്യാൻ പട്ടാളം വേണ്ടി വന്നു. CRPFിൻ്റെയും BSFിൻ്റെയും ആൾക്കാർ വന്നിട്ടാണ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാന പോലീസ് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് ധൈര്യപ്പെട്ടില്ല എന്നാണ് പറയണത്. ഒരു ലോക്കൽ ഗുണ്ട. അല്ല, എല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പോൾ ഫാൽത്ത, ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ഫാൽത്തയിലെ ജഹാംഗീർ എന്ന് പറയുന്ന ആള്, അയാളും ഗുണ്ടയാണ്. അത് അവർക്ക് അങ്ങനെയായിരുന്നു അവരുടെ പോളിസി. ഓരോ സ്ഥലത്തും ഓരോ ഗുണ്ടേനെ അവർ വിളിച്ച് പാർട്ടി നേതാവാക്കും. ഈ ഗുണ്ടകൾ പോയിട്ട് ജനങ്ങളെ മുഴുവൻ വരട്ടും, വോട്ട് ചെയ്തില്ലെങ്കിൽ കൊന്നുകളയും, അല്ല വോട്ട് ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങരുത്, വോട്ടൊക്കെ അവിടെ ചെയ്തോളൂ എന്ന് പറയും. ബൂത്ത് പിടിച്ചെടുക്കുക. എന്നിട്ട് വളരെ എളുപ്പമല്ലേ, ഇപ്പോൾ ബട്ടൺ പ്രസ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ചെയ്തിട്ടാണ് ഇതുവരെ അവർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുകൊണ്ടിരുന്നത് 2011, 16, 21 ഇനി നടക്കില്ല. ഇപ്പം അവർ പിന്നെ ഈ SIRനെതിരെ അവർ കോടതിയിൽ പോയി ബഹളം കൂട്ടിയെ കണ്ടില്ലേ? അപ്പോൾ ഇന്നലത്തോടുകൂടി സുപ്രീം കോടതിയുടെ വിധിയോടുകൂടി തീർന്നു. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഈസ് ദ കോമ്പിറ്റൻ്റ് അതോറിറ്റി. അവർക്ക് തീരുമാനിക്കാം എപ്പോഴാണ് വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കേണ്ടതെന്ന് അവർക്ക് തീരുമാനിക്കാം. ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ്, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും ശരി, ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കണം എന്ന നിയമമുണ്ട്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 പ്രകാരം. ഇത് സുപ്രീം കോടതി ഇതിന് മുമ്പ് പറഞ്ഞതാ. ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയ സൂര്യകാന്തും പിന്നെ ജോയ് മല്യ ബാഗ്ചി എന്ന് പറഞ്ഞ അവരുടെ ബെഞ്ച് യുനാനിമസ് ആയിട്ടാണ് പറഞ്ഞത് ഇവർ ചെയ്യണ മുഴുവൻ തെറ്റാണ്, SIR ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രിറോഗേറ്റീവാണ്, ഞങ്ങൾ അതിനകത്ത് ഇടപെടില്ല എന്ന്. പിന്നെയും കൊണ്ട് കേസ് കൊടുത്തു, പിന്നെയും തള്ളിയത്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല പറയാനായിട്ട്. ഏതായാലും തൃണമൂൽ കോൺഗ്രസിൻ്റെ അന്ത്യം ഏതാണ്ട് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അത് അത്ര ഒരു ഇത് പറയാനായിട്ട് എനിക്ക് ധൈര്യമല്ല പ്രിയൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതി തള്ളരുത്. ഈ പറഞ്ഞ CPM ഒന്നും എഴുതി തള്ളാൻ കൊള്ളില്ല. ഈ പറഞ്ഞ പോലെ ഈ ഇരുതല മൂരി പോലെയാണ്. ഒരു തലയിൽ തല്ലി കൊന്നാലും മറ്റേ തലയ്ക്ക് ജീവൻ വെക്കുവേ. ഇവർക്ക് ഈ വിദേശത്തുനിന്നൊക്കെ ഫണ്ട് കിട്ടുന്നുണ്ടല്ലോ. CPIMനൊക്കെ തീവ്രവാദികളെ വിലക്കെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. പിന്നെ അവർ തന്നെ എത്രയോ കൊലപാതകം ചെയ്തിട്ട് കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നിരിക്കുന്നു. ഒരിക്കൽ 1977 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവർക്ക് 20 സീറ്റ് പോലും കിട്ടിയില്ല നിയമസഭയിലേക്ക്. എന്നിട്ട് അവർ തിരിച്ചു വന്ന് അവരുടെ 99 സീറ്റ് LDFന് കിട്ടിയില്ലേ. അപ്പം അതേപോലെയൊക്കെ തിരിച്ചു വരും. അത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ BJP എങ്ങനെ അടുത്ത 5 വർഷം സംസ്ഥാനം ഭരിക്കണോ എന്നുള്ളത് നോക്കിയിരിക്കുന്നത്. പക്ഷേ ഈ സുവേന്ദു അധികാരി ഇതുവരെ കണ്ടെടുത്തോളം വളരെ മാന്യമായ രീതിയിൽ, വളരെ കർശനമായ രീതിയിലാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊരു ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഏതായാലും ഞാൻ ഇപ്പോഴേ ഫുൾ മാർക്കൊന്നും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പം പത്രവാർത്തകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ പത്രവാർത്തകൾ പ്രകാരമാണെങ്കിൽ അദ്ദേഹം നല്ല ജോലിയാണ് അവിടെ ചെയ്യുന്നത്. ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിട്ട് നല്ല നല്ല കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് മുഴുവനും.